Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് MIയുടെ A3 ആണ്. MI A3 മോർ ദാൻ വൈറ്റ് കളറാണ്. അത് 6GB 128GB വെർഷനാണ് വരുന്നത്. ഇതിനകത്തൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അത് മെയിൻ ക്യാമറ വരുന്നത് 48MP ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. പിന്നെ ഒരു 32MB ഒരു AI സെൽഫി ക്യാമറയും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ബോക്സ് ഓപ്പൺ ചെയ്യണം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിലെന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിലതിൻ്റെ സിം എജക്ടർ ടൂൾ വരുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു കേസ് വരുന്നുണ്ട്, ഒരു സോഫ്റ്റ് കേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ആൻഡ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാൻഡ്സെറ്റ്. ഓക്കെ, ഇപ്പം വൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് എൻ്റെ ട്രാവൽ ചാർജിൻ്റെ കേബിളും നമ്മുടെ USB കേബിളും ടൈപ്പ് C ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രാവൽ ചാർജർ, ഇതൊരു 18 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ഒരു 10 വോൾട്ട് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഹാൻഡ് സെറ്റ് നമുക്ക് ഓണാക്കുന്നതുമായിട്ട് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു ഓവ്യൂ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരികയാണെങ്കിൽ ഒരു 6.01 ഇഞ്ച് ഒരു OLED ഡിസ്പ്ലേ, പിന്നെ ഒരു സെൽഫി ക്യാമറ, 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, പിന്നെ അതിൻ്റെ സ്പീക്കർ ഗ്രിൽ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ കാണാം. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു പവർ സ്വിച്ച് കാണാം, പിന്നെ ഓളി അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, ഇതാണ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. പിന്നെ ടോപ്പ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു IR ബ്ലാസ്റ്റർ കാണാം, ഒരു 3.5mm ഓഡിയോ ജാക്ക്, അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ സിം ട്രേ മാത്രമേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിൽ വരുവാണെങ്കിൽ ഒരു ടൈപ്പ് സിയുടെ ചാർജിങ് പോർട്ടും, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും, പിന്നെ ഒരു മൈക്ക്, പ്രൈമറി മൈക്കിൻ്റെ ഗ്രില്ലും കാണാം. ഇത്രയാണ് ഇതിൻ്റെ ബോട്ടം സൈഡിലുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണുന്നത്. ഒരു 48MB ഉള്ളൊരു മെയിൻ ക്യാമറയും, പിന്നെ 8MB വരുന്നൊരു വൈഡ് ആംഗിൾ ക്യാമറയും, 2MB വരുന്നൊരു ഡെപ്ത് സെൻസറുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ ഫ്ലാഷും കാണാം. പിന്നെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അത് 7th ജനറേഷൻ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് ഹാൻഡ് സെറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഒരു 6.01 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു HD+ റെസൊല്യൂഷനാണ് വരുന്നത്. ഫുൾ HD അല്ല, HD+ റെസൊല്യൂഷനാണ് വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 720x560 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ PPI വരുന്നത് 286 ആണ് അതിൻ്റെ PPI വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗോറില്ല ഗ്ലാസ് 5 കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് അലൂമിനിയം ഫ്രെയിമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 128GB വെർഷനാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇത് 113GB നമുക്ക് യൂസറിന് അവൈലബിൾ ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിനകത്ത് 15.2GB സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്. അതിനകത്ത് വരുന്നത് 4 2 GHz ഗോൾഡ് കോർ പ്രോസസ്സറും 1.8 GHz സിൽവർ കോർ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ GPU വരുന്നത് Adreno 610 ആണ് ഇതിൻ്റെ GPU വരുന്നത്.
പിന്നെ ഇത് 6GB 128GB വെർഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പാണ് അത് വരുന്നത്. ഇത് പ്രൈമറി അത് വരുന്നത് സോണിയുടെ ഒരു 48MP സെൻസറാണ് വരുന്നത്. പിന്നെ ഒരു 8MBയുടെ ഒരു വൈഡ് ആംഗിൾ ഒരു 118 ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഒരു 2MBയുടെ ഒരു ഡെപ്ത് സെൻസർ, പിന്നെ ഡ്യുവൽ ആയിട്ടുള്ളൊരു LED ഫ്ലാഷ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സ്ക്രീനിലാണ്. അത് 7th ജനറേഷൻ ഫിംഗർ പ്രിൻ്റാണ് എൻ്റെ ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ടൈപ്പ് C ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടും ഡാറ്റ കേബിളൊക്കെ വരുന്നത് ടൈപ്പ് C ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ UI ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഒരു ഷോർട്ട് വീഡിയോ വരുന്നത്, ഒരു വീഡിയോ, ഫോട്ടോ മോഡ്, പിന്നെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പനോരമ മോഡ്, പ്രോ മോഡ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാമറയുടെ ഇൻഫോയ്സിൽ വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ടോപ്പിൽ തന്നെ 48MB എടുക്കണമെങ്കിൽ 48MB എന്ന് പറഞ്ഞിട്ട് ഇത് വരും. പിന്നെ ഫോട്ടോ മോഡിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ തന്നെ അത് 3 ഇതിൽ കാണാം. ഒരു വൈഡ് ആംഗിൾ ഒരു ഇപ്പോൾ 1x എടുക്കുന്നത്. പിന്നെ ഒരു 0.6x അത് വൈഡ് ആംഗിൾ ഒരു 118 ഡിഗ്രി നമുക്ക് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും. അതൊരു ഇത്രയും വൈഡ് നമുക്ക് കിട്ടും. ഇത് നോർമൽ. പിന്നെ ഒരു 2x വരാൻ നേരത്തിട്ട് അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലെൻസല്ല അതിനകത്ത് വരുന്നത്. ഒരു മെയിൻ ക്യാമറ തന്നെ ക്രോപ്പ് ചെയ്തിട്ടാണ് നമുക്ക് 2x സൂം നമുക്ക് അറിയുന്നത്. പിന്നെ ഇതിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ 4K സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഫുൾ HD 240 ഫ്രെയിം വരെ നമുക്ക് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ 48MB ആക്കണമെങ്കിൽ ഇവിടെ 48MB സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 48MBയുടെ ഫോട്ടോ എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലൂ, പിന്നെ ഗ്രേ, അങ്ങനെ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ 2 വേരിയൻ്റ് വെച്ച് ഒരു 4GB 64GB വേരിയൻ്റ്, ഒരു 6GB 128GB വേരിയൻ്റാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഇതിന് 2 പ്രൊട്ടക്ഷൻ പ്ലാൻ കൂടി നമുക്ക് MIയുടെ സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും. ഒരു 999 പേജ് 999 രൂപ പേ ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ പ്ലാൻ നമുക്ക് കിട്ടും. അത് 2 തവണ നമുക്ക് ക്ലെയിം ചെയ്യാം. വർഷത്തിൽ ഒരു എയർലൈറ്റാണ്, അത് 2 തവണ ക്ലെയിം ചെയ്യാം. അതിന് 80% ടോട്ടൽ കോസ്റ്റിൻ്റെ 80% MI നമുക്ക് തരും. പിന്നെ ഉള്ളത് സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാനാണ്. അത് 599 ആണ്. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് സ്ക്രീൻ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് 2 പ്രാവശ്യം നമുക്ക് ക്ലെയിം ചെയ്യാം. അതിന് 499 ആണ്. 500 റുപ്പീസ്, ഏകദേശം 500 രൂപ എടുത്തത്. 499 ആണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 2 പ്രൊട്ടക്ഷൻ പ്ലാൻസ് ഉണ്ട്. 999ൻ്റെയും 499ൻ്റെയും പ്രൊട്ടക്ഷൻ പ്ലാൻ കൂടി MIയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സിം ട്രെയിൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് മെമ്മറി ആണോ അതോ ഹൈബ്രിഡ് ആണോ എന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്, ഡെഡിക്കേറ്റഡ് അല്ല. ഒന്നെങ്കിൽ സെക്കൻഡ് സിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മെമ്മറി കാർഡ് 256GB വരെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി സ്ലോട്ടല്ല വരുന്നത്, ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ സാർ വാല്യൂ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത് ഹെഡിൽ വരുന്നത് 0.527, ബോഡിയിൽ വരുന്നത് 0.722 ആണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ ലിമിറ്റ് വരുന്നത് 1.6 ആണ് സാർ വാല്യൂവിൻ്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.